നിങ്ങളിപ്പോൾ ഈ ഒരു നിമിഷം വെറുതെ ഇരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ അത് തെറ്റാണ്. നിങ്ങൾ ഈ ഒരു നിമിഷം ഏകദേശം 2.2 മില്യൺ കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് സെക്കൻഡിൽ ഏകദേശം 600 കിലോമീറ്റർ വേഗത്തിൽ. എവിടെയെന്നല്ലേ? അത് നമുക്കറിയില്ല. 970 ഒരു ആസ്ട്രോണമർ ഒരു കാര്യം കണ്ടെത്തി. അതായത് നമ്മുടെ മിൽക്കി വേ ഗാലക്സി മാത്രമല്ല, ലക്ഷക്കണക്കിന് ഗാലക്സികൾ എല്ലാം ഒരേ ദിശയിലേക്ക് പോകുന്നു. എന്തോ ഒന്ന് അതിനെ വലിച്ചിഴക്കപ്പെടുന്നു. എന്തോ വളരെ വലിയതായിട്ടൊന്നു. പക്ഷെ നമുക്ക് അതിനെ കാണാൻ കഴിയുന്നില്ല. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥ നടക്കുന്നത് 970കളിലാണ്. ഒരു ആസ്ട്രോണമർ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഗാലക്സികൾ എത്ര വേഗത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് മെഷർ ചെയ്യുന്നു. കാരണം പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യം നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ എല്ലാ ഗാലക്സികളും അവയുടെ സ്ഥലത്ത് നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ ഡേറ്റ വന്നപ്പോൾ എന്തോ ഒരു കാര്യം പിടികിട്ടി. അതായത് ചില ഗാലക്സികൾ എക്സ്പെക്റ്റ് ചെയ്ത സ്പീഡിൽ നിന്നും അകന്നു പോകുന്നില്ല. ചിലത് വളരെ പതുക്കെ, ചിലതാണെങ്കിൽ തിരിച്ച് നമ്മളിലേക്ക് വരുന്നു. ഇതെങ്ങനെ സാധ്യമാകും? സയൻറ്റിസ്റ്റുകൾ കൂടുതൽ ഗാലക്സികളെ സ്റ്റഡി ചെയ്തു. അപ്പോഴാണ് ഒരു പാറ്റേൺ കണ്ടെത്തിയത്. 100 കണക്കിന് ഗാലക്സികൾ അല്ലെങ്കിൽ 1000 കണക്കിന് ഗാലക്സികൾ ഒരേ ദിശയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് നീങ്ങുന്നു. സെഞ്ചുറസ് കോൺസ്റ്റലേഷൻ്റെ ദിശയിലേക്കാണ് ഇവ പോകുന്നത്. അതായത് 250 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെ എങ്ങോട്ടോ എന്നുള്ള യാത്ര. എന്തോ അവിടെയുണ്ട്, എന്തോ വളരെ വലുത്. നമ്മളെയെല്ലാം അവ വലിച്ചിഴക്കപ്പെടുകയാണ്. ഡോക്ടർ അലൻ ഡ്രെസ്ലർ എന്ന ആസ്ട്രോണമർ 987 ഈ വാക്കുകൾ പറഞ്ഞു. അദ്ദേഹം അതിനൊരു പേരും നൽകി, ദി ഗ്രേറ്റ് അട്രാക്ടർ. പക്ഷേ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമുക്ക് ഗ്രേറ്റ് അട്രാക്ടറിനെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? കാരണം അത് മിൽക്കി വേ ഗാലക്സിയുടെ പുറകിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഗാലക്സി വളരെ തിക്കാണ്. കാരണം അതിൽ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളും ഗ്യാസ് ക്ലൗഡുകളും കോസ്മിക് ഡസ്റ്റും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു തിക്ക് കർട്ടൻ പോലെ പ്രവർത്തിക്കുന്നു. അതായത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊരു കാടിൻ്റെ നടുക്ക് നിന്നിട്ട് നേരെ നോക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ളൊരു കാര്യം. സയൻറ്റിസ്റ്റുകൾ ഈ ഒരു റീജിയന് ഒരു പേര് നൽകി, ദി സോൺ ഓഫ് അവോയ്ഡൻസ്. നമ്മുടെ ഗാലക്സിയുടെ സെൻറ്റർ നമുക്കും ഈ ഒരു ഗ്രേറ്റ് അട്രാക്ടറിനും ഇടയിലായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊരു ബ്ലോക്കിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു. 980കളിലും 90കളിലും ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു കാരണത്താൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. എവിടെയോ വളരെ വലിയ എന്തോ ഉണ്ട്, പക്ഷേ നമുക്കതിനെ കാണാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ അവർക്കൊരു ഐഡിയ ഉദിച്ചു. അതായത് ഒപ്റ്റിക്കൽ ടെലിസ്കോപ്സ് കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിൽ റേഡിയോ വേവുകളും എക്സ്റേ വേവുകളും ഉപയോഗിച്ചാലോ? അതായത് ധൂളികളിലൂടെ കടന്നു പോകാൻ പറ്റുന്ന വേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്കവയെ കാണാൻ അല്ലെങ്കിൽ പഠിക്കാൻ സാധിച്ചാലോ? 990 കാലയളവിൽ അവർ അതിനുവേണ്ടി ശ്രമിച്ചു. എക്സ്റേ ടെലിസ്കോപ്പുകളും റേഡിയോ ടെലിസ്കോപ്പുകളും എല്ലാം സോൺ ഓഫ് അവോയ്ഡൻസിലേക്ക് തിരിച്ചു. അപ്പോൾ അവർ കണ്ടു ഒരു മാസീവ് ക്ലസ്റ്റർ ഓഫ് ഗാലക്സി. അതെ, ദി നോർമ ക്ലസ്റ്റർ. നോർമ ക്ലസ്റ്റർ കണ്ടെത്തിയപ്പോൾ സയൻറ്റിസ്റ്റുകൾ വളരെ എക്സൈറ്റഡ് ആയി. അതാണ് നമ്മുടെ ഗ്രേറ്റ് അട്രാക്ടർ. അതേപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷെ കൂടുതൽ പഠിച്ചപ്പോൾ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കി. അതായത് ഈ നോർമ ക്ലസ്റ്റർ വളരെ വലിയൊരു അല്ലെങ്കിൽ മാസീവ് ആയിട്ടുള്ളൊരു ഗാലക്സി ക്ലസ്റ്ററാണ്. പക്ഷെ അവ മതിയാവില്ല. ലക്ഷക്കണക്കിന് ഗാലക്സികളെ വലിച്ചഴിക്കാൻ ഇതുമാത്രം പോരാ. സയൻറ്റിസ്റ്റുകൾ കൂടുതൽ മാപ്പിംഗ് ചെയ്തു. അപ്പോഴാണ് കൂടുതൽ ഭയാനകമായ വേറൊരു കാര്യം മനസ്സിലായത്. അതായത് ദി ഗ്രേറ്റ് അട്രാക്ടർ അത് സ്വയം വലിച്ചിഴക്കപ്പെടുന്നു. എന്താ? അതെ, ഗ്രേറ്റ് അട്രാക്ടറിനെ പോലും വേറെ എന്തോ വലിച്ചിഴക്കുന്നു. അതെവിടേക്കാണ്? ഷേപ്ലി സൂപ്പർ ക്ലസ്റ്റർ. ഏകദേശം 650 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഒരു സൂപ്പർ ക്ലസ്റ്റർ. 10,000-ഓളം ഗാലക്സികളുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു ക്ലസ്റ്റർ. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നോൺ സ്ട്രക്ചറുകളിലൊന്ന്. അതായത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ മിൽക്കി വേയിലും
മിൽക്കി വേ ലോക്കൽ ഗ്രൂപ്പുകളിലൂടെയും ലോക്കൽ ഗ്രൂപ്പ് വിർഗോ സൂപ്പർ ക്ലസ്റ്ററിലും വിർഗോ സൂപ്പർ ക്ലസ്റ്റർ ഗ്രേറ്റ് അട്രാക്ടറിലേക്കും ഗ്രേറ്റ് അട്രാക്ടർ ഷേപ്ലി സൂപ്പർ ക്ലസ്റ്ററിലേക്കും എല്ലാം വലിച്ചിഴക്കപ്പെടുന്നു. ഇതെല്ലാം ഒരു കോസ്മിക് റിവർ പോലെ തോന്നും. എല്ലാം ഒഴുകി നടക്കുന്നു. ആ ഒരു റിവർ എവിടെ അവസാനിക്കും അത് നമുക്കറിയില്ല. കാരണം പ്രപഞ്ചം വളരെ വലുതാണ്. നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ ഒരു ചെയറിൽ ഇരിക്കുകയായിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ഭൂമി 1670 km/h വേഗത്തിൽ കറങ്ങുകയാണ്. സൂര്യന് ചുറ്റുന്ന വേഗമാണെങ്കിൽ 1,08,000 km/h വേഗവും സൂര്യൻ മിൽക്കി വേ ഗാലക്സിയെ 8,28,000 km/h വേഗത്തിലും മിൽക്കി വേ മുഴുവനായി 2.2 മില്യൺ km/h വേഗത്തിലും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. എങ്ങോട്ടോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളെല്ലാം ഒരു കോസ്മിക് ഓഷ്യനിൽ പൊങ്ങിക്കിടക്കുന്ന ചെറു മീനുകളെ പോലെയാണ്. ആ ഒരു കറണ്ടിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ അതിലൊഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഗ്രേറ്റ് അട്രാക്ടർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഒരു ജേണി എവിടെ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ 4 ബില്യൺ വർഷം കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആൻഡ്രോമഡ ഗാലക്സിയും തമ്മിൽ കൂട്ടുമുട്ടും. അതായത് നമ്മുടെ കമ്പൈൻഡ് ഗാലക്സി ആയിട്ട് മാറുകയും ആ ഒരു കമ്പൈൻഡ് ഗാലക്സി ഈ ഷേപ്ലി ക്ലസ്റ്ററിലേക്ക് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അവിടെ എത്തുമ്പോഴേക്കും ഏത് കാലമാവുമെന്നും അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം, അതിന് ശേഷം എന്ത് സംഭവിക്കാമെന്നും നമുക്ക് ഇപ്പോൾ കണക്ക് കൂട്ടാൻ കഴിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ അല്ലെങ്കിൽ ഒരു എൻഡിലെത്തുന്നത് വരെയും ഈ ഒരു ജേണി തുടർന്നുകൊണ്ടേയിരിക്കും. അത് എന്നേക്കുമായി.